भूतनाथ सदानन्द सर्वभूतदयापर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. നല്ലൊരു ദിനത്തെ സ്വാഗതം ചെയ്യാനിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായി ആസ്വാദികരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ ഇന്നത്തെ പ്രത്യേകത മണ്ഡല വ്രതം ആരംഭമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയവും അതുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് വ്രതം? എന്തിനാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത്? വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങളിൽ വ്യത്യസ്തങ്ങളായ വ്രതാചാരങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അനുസരിച്ചിട്ടാണ് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ദേശത്തിനനുസരിച്ച് ആയിരിക്കാം, ചില കാലങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കാം. അങ്ങനെ വളരെ വ്യത്യസ്തമായി, എന്നാൽ ഇതൊന്നുമായി ബന്ധമില്ലാതെ ഏത് ദിവസവും ആചരിക്കാൻ പറ്റുന്ന വ്രതങ്ങൾ ഉണ്ടാകും. അത്തരം വ്യത്യസ്തമായ ഒരു വ്രതാനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ വിവിധ മതങ്ങളിലുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ എന്തിന് വ്രതമെടുക്കണം? എന്തുകൊണ്ട് ആ വ്രതം നമുക്ക് ഉപയോഗപ്രദമാകും? അതെങ്ങനെ എടുത്താൽ അത് ഉപയോഗപ്രദമല്ലാതാകും? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം വ്രതത്തിലേക്ക് മുന്നോട്ട് പോകാൻ. വ്രതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ട് രീതിയിലാണ് വ്രതം ഗുണം ചെയ്യുന്നത്. ഒന്ന്, ആ വ്യക്തി മറ്റൊരാളും അറിയുന്നില്ല, ആ വ്യക്തി മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വൈയക്തികമായി എടുക്കുന്ന വ്രതങ്ങളുണ്ട്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വേറെ ആരും വേറൊരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല, ബാധിക്കുന്നില്ല. നമ്മൾ മാത്രം ആ വ്രതത്തെക്കുറിച്ച് ചിന്തിച്ച് അത് നമ്മൾ പാലിക്കുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കൂട്ടത്തോടെ, സമൂഹത്തോടു കൂടി എടുക്കുന്ന ഒരു വ്രതമാണ്. അതാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. ചില മതാചാരങ്ങളുടെ ഭാഗമായിട്ട് എടുക്കുന്ന വ്രതം, ഒരു ദിവസത്തെ ആണെങ്കിലോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിലോ ഒരു മാസത്തിലധികമുള്ളതോ ആയിട്ടുള്ള വ്രതങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് തുടങ്ങുന്ന മണ്ഡല വ്രതം എന്ന് പറയുന്നത് 41 ദിവസത്തെയാണ്. ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിവസമാണ്. ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈയക്തികമായി അല്ല, ഇത് സാധാരണഗതിയിൽ ഒരു സമൂഹമാണ്, ഒരു കൂട്ടായ്മ ഒരുമിച്ചെടുക്കുന്നതാണ്. ചില മതാചാരങ്ങൾ, ഈ പറഞ്ഞ പോലെ മതാചാരങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന വ്രതങ്ങൾ ഭൂരിഭാഗവും സാമൂഹികമായി അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ വൈയക്തികമായി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സാമൂഹിക ഐക്യം, നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നതാണ്, സാമൂഹികമായ ഒരു ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്, എന്നോടൊപ്പം ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടമാണ്. പരസ്പര പൂരകങ്ങളാണ് നമ്മളെല്ലാവരും. ഞാൻ ഇൻഡിപെൻഡൻസ് പറഞ്ഞു, ഇന്റർ ഡിപെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പരസ്പര സഹായം, പരസ്പര ആശ്രിതത്വം, ഇതൊക്കെ വളർത്തിയെടുക്കാൻ ഈ വ്രതങ്ങൾ നമ്മളെ സഹായിക്കും. ഇനി ആ വ്രതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് വൈയക്തികമായി എടുക്കുന്നതോ സാമൂഹികമായി കൂട്ടത്തോടെ എടുക്കുന്നതോ ആകാം. വ്രതത്തിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഷ്ടാംഗ യോഗയിൽ നമ്മൾ യമ നിയമാസന പ്രാണായാമം ഒക്കെ പറയുന്നുണ്ട്. അതിനകത്തെ യമത്തിൽ ഉൾപ്പെടുത്തി വേണം നമ്മൾ വ്രതം അനുഷ്ഠിക്കാൻ. എന്ന് വെച്ചാൽ നിയമത്തിലേക്ക് പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ചുറ്റുപാടുകൾ നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മൾ വ്രതം എടുക്കുന്നതാകരുത്. വ്രതം എടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഏതൊരു വ്രതം, അത് ഉപവാസമായിട്ടായാലും മറ്റേത് രീതിയിലുള്ള വ്രതമാണെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് എടുക്കേണ്ടത്. ഞാൻ ആഗ്രഹിച്ച് ഞാൻ തീരുമാനിക്കുന്നതാണ് എന്തൊക്കെ ഒഴിവാക്കണം, എങ്ങനെയൊക്കെ പാലിക്കണം, എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഞാനാണ് പാലിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതൊരു നിർബന്ധിതമായ ഒരു കാര്യത്തിലേക്ക് പോകരുത്, ഉപയോഗം ഉണ്ടാവില്ല. പകരം എന്ത് സംഭവിക്കും അറിയോ? നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും, അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പറ്റിയാൽ എന്ത് സംഭവിക്കും, ദൈവം കോപിക്കുമോ, ഇത് ചെയ്താൽ കോപിക്കുമോ, അത് ചെയ്താൽ കോപിക്കുമോ, ഇത്തരം ചിന്തകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ വ്രതത്തിന് ഗുണം കിട്ടുന്നതിന് പകരം ദോഷമായി മാറും. അതുകൊണ്ട് വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്, നമുക്ക് പറ്റുന്ന ഏറ്റവും എളുപ്പമായ, അതായത് ചില ത്യാഗങ്ങൾ വേണം, വ്രതത്തിന് ത്യാഗങ്ങളാണ് കേട്ടോ പ്രധാനം. പക്ഷെ നമുക്ക് പറ്റുന്ന ലെവലിലേക്ക് ഞാൻ തീരുമാനിക്കുന്ന ഇതെനിക്ക് പറ്റും. ഉദാഹരണത്തിന്, ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നു. 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി 41 ദിവസം വ്രതം എടുക്കുന്നു. ആ ഒരു ദിവസം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണ്. പറ്റുമല്ലോ, പറ്റണമല്ലോ. ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കി 1 നേരം മാത്രമായി ഭക്ഷണം കഴിക്കുന്നു. അത് എത്ര ദിവസം എനിക്ക് പറ്റും?
ചിലപ്പോൾ ഒരു ദിവസം പറ്റുമായിരിക്കും. ഈ 41 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ വ്രതം എടുക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും 7 മണിക്ക് 8 മണിക്കാണ് എണീക്കുന്നത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ 41 ദിവസത്തേക്ക് ഈ വ്രത കാലഘട്ടങ്ങളിൽ വ്രതം എടുക്കുന്ന ആ കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും. അതൊരു തീരുമാനമാണ്. അങ്ങനെ തീരുമാനം എടുക്കുക. എല്ലാ ദിവസവും നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന ദിവസം ഇത്ര ദിവസം ഞാൻ തുടർച്ചയായി ഞാൻ പ്രാർത്ഥിക്കാനോ നാമം ജപിക്കാനോ ഉപയോഗിക്കും. അപ്പൊ ഇത്തരം നമ്മളോട് തന്നെ ഏൽപ്പിക്കുന്ന ആചാരങ്ങൾ, നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു ചെയ്യിക്കുന്ന കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് ഒഴിവാക്കുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, വ്രതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് യമത്തിലാണ് വരുന്നത്. ഒരാള് നിർബന്ധിച്ചത് കൊണ്ടോ ഒരു കൂട്ടായ്മയിൽ പെട്ടുപോയത് കൊണ്ടോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കൂട്ടായ്മയിൽ സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ വ്രതം നമ്മൾ തീരുമാനിച്ചെടുക്കുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കണം. ചില കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ആ കഷ്ടപ്പാടോട് കൂടി ചേർന്ന് ആസ്വദിക്കാൻ കഴിയണം. ഏറ്റവും നമ്മുടെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും വളരെ കോമൺ ആയിട്ടുള്ളതും എല്ലാവർക്കും ഉള്ളതുമായിട്ടൊരു വികാരമാണ് വിശപ്പ്. അതൊരു വികാരമാണ്. വിശപ്പ് എന്ന് പറയുന്ന ഒരു ഇമോഷന്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചുകൊണ്ടാണ് എല്ലാ വ്രതങ്ങളും തുടങ്ങുന്നത്. ശരിയല്ലേ? ഏത് വ്രതം ഉണ്ടെങ്കിലും ആഹാര നിയന്ത്രണങ്ങളാണ് അതിനകത്ത് ആദ്യം വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഹാരം നിയന്ത്രിക്കുന്നത് കൊണ്ട് ശരീരത്തിന് അപകടം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആഹാര നിയന്ത്രണങ്ങൾ ചെയ്യരുത്. അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ ഏതൊരു ആചാരപ്രകാരം ഏതൊരു മതപ്രകാരമായിട്ടുള്ള ഒരു വ്രതമാണെങ്കിലും ആരോഗ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അത് എടുക്കാവൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവിടെ വികാരത്തിനെയാണ് നിയന്ത്രിക്കുന്നത്. വിശപ്പ് എന്ന് പറയുന്ന വികാരം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ആർത്തി, അത്തരം വികാരങ്ങളെയാണ് ആദ്യം നിയന്ത്രിക്കുന്നത്. പിന്നെ വരുന്ന സെക്ഷൽ ഇമോഷൻസ് ആണ്. ഒരു സന്തോഷം തരുന്ന രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന നിയന്ത്രണങ്ങളാണ് വ്രതത്തിൽ വരുന്ന രണ്ടാമത്തെ ഭാഗം. പിന്നെ വരുന്ന നമ്മുടെ ശീലങ്ങളിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുക, ജപിക്കുക, അങ്ങനെയുള്ള ഓരോരോ ശീലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എത്രയൊക്കെ ശീലങ്ങളിലേക്ക് കൊണ്ടുവരുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സിന് നിയന്ത്രണം സാധ്യമാകും. ഓർക്കുക, ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടല്ല വ്രതം എടുക്കേണ്ടത്. മനസ്സിനെ ശക്തിപ്പെടുത്തുമ്പോൾ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ വേണം വ്രതമെടുക്കാൻ. അപ്പോൾ അവനവൻ അറിഞ്ഞ് എനിക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, എന്റെ ശരീരത്തിനെ നശിപ്പിക്കാതെ എനിക്ക് എങ്ങനെ വ്രതമെടുക്കാം, ഇങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ വ്രതമെടുക്കാൻ. ഒരു ദിവസം ഇന്ന് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, അതും ഒരു വ്രതമാണ്. ഇന്ന് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക, അതും ഒരു വ്രതമാണ്. അല്ലെങ്കിൽ ഇന്ന് ഫോൺ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല, അതും ഒരു വ്രതമാണ്. ഇതൊക്കെ യമത്തിന്റെ ഭാഗമാണ്. ഇത് നിയമമായി പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇന്ന് ഫോൺ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നീ ഇന്ന് എടുക്കണ്ട, വേറൊരാളെ നിർബന്ധിക്കുകയാണ്. അപ്പൊ നമുക്കത് യമത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റൊരാളെ നിയമത്തിനായി അടിച്ചേൽപ്പിക്കുന്നു. അയാൾക്കത് ഉപയോഗപ്പെടില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് അതൊരു മാനസിക സംഘർഷത്തിലേക്ക് പോകും. എന്നാൽ നമ്മൾ അയാളോട് പറയുകയാണ്, ഞാൻ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നില്ല, ഇന്ന് എന്റെ വ്രതമാണ്, നിനക്ക് ഇങ്ങനെ ചെയ്താൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, നീയും കൂടുന്നോ, ചേർക്കൂ. അപ്പൊ സാമൂഹികമായി അയാളുടെ അറിവോടുകൂടി, അയാളുടെ സമ്മതത്തോടു കൂടി, അയാളുടെ ആഗ്രഹത്തോടു കൂടി അത് എടുക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് ഉണ്ടാകും. അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. വ്രതങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തോന്നി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഓരോ വ്രതവും നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഏതൊരു കാര്യങ്ങളായാലും, ഏത് ദിവസത്തെ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ എടുക്കുന്നതാണെങ്കിലും അങ്ങനെ ചെയ്യാം. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ സാമൂഹികമായി എടുക്കുന്ന ചില വ്രതങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മാസത്തുണ്ട്, 40 ദിവസത്തെ, 41 ദിവസത്തെ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മിനിമം ഒരു 21 ദിവസം, 3 ആഴ്ച നമ്മൾ ഒരേ ശീലം തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ ശീലമായി മാറും, ഹാബിറ്റായി മാറും. തുടർച്ചയായി നമ്മൾ ഒരുപക്ഷെ മെക്കാനിക്കലായിട്ടായിരിക്കും ചെയ്യുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും തുടർച്ചയായി ചെയ്താൽ. അത്തരം നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വ്രത കാലഘട്ടങ്ങളിൽ ഒരു മാസത്തെ വ്രതമാകാം, 41 ദിവസത്തെ വ്രതമാകാം, ഈ വ്രത കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? അത്തരം ശീലങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക. ഇന്ന ശീലം എനിക്ക് ഇല്ലാതിരുന്നു, ഇതെനിക്ക് ചേർക്കണമെന്നുണ്ട്, ആ ശീലത്തെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരിക. ഒരു മാസം അത് ശീലിക്കുമ്പോൾ, 41 ദിവസം അത് ശീലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ആ ശീലം നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അത്തരം മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് വ്രത കാലഘട്ടങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അറിയുക, വ്രതം എന്ന് പറയുന്നത് യമത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നിങ്ങളോട് തീരുമാനിക്കുന്ന നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങളിൽ മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നതോ നിങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതോ ആയ വ്രതത്തിന് ഈ പറഞ്ഞ വ്രതത്തിൻ്റെതായ ഗുണം ലഭിക്കുകയില്ല. ഒരുപക്ഷെ അതെന്ത് സംഭവിക്കാം? മറ്റ് ദോഷവശങ്ങളിലേക്ക് പോലും പോകാം, മാനസിക സംഘർഷങ്ങളിലേക്ക് പോകാം,
മനസ്സിന് ശരീരത്തിന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് മനസ്സിന് സന്തോഷം നൽകുന്ന, എന്നാൽ ഇന്ദ്രിയങ്ങളുടെയും വികാരങ്ങളുടെയും നിയന്ത്രണം കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ വേണം ഏതൊരു വ്രതവും ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അതിനെ ടൈലർ ചെയ്തെടുക്കേണ്ടത്, നമുക്ക് വേണ്ടി അതിനെ മോഡിഫൈ ചെയ്തെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി മെഡിറ്റേഷനിലേക്ക് കിടക്കാം. അടുത്ത സെഷനായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് കിടക്കാം. എല്ലാവരും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു കുറച്ച് സമയത്തേക്ക് ഈ മെഡിറ്റേഷനിലേക്ക് ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. നമസ്കാരം സാർ. നമസ്തേ. മെഡിറ്റേഷൻ വളരെ ഡീപ്പായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം വിചാരിച്ചത്, എനിക്കിതിന് മൊബൈൽ ഉപയോഗത്തിൽ കൂടുതലാണ്. അപ്പൊ ജോലിക്ക് വേണ്ടി എടുത്ത് പിന്നെ നമ്മുടെ കയ്യിന്റെ ഒരു ഭാഗമായ പോലെ തോന്നുന്നു. അപ്പോ അതിനൊന്ന് കുറയ്ക്കാനായിട്ട് ഞാനിപ്പോ വിചാരിച്ചിട്ടുണ്ട്. അപ്പോ അത് ഞാൻ ചെയ്യാം. എല്ലാവരും അവരവരുടേതായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രജീഷ് സാർ അത് പറഞ്ഞു. ബാക്കിയുള്ളവർ ഉള്ളിൽ വെച്ച് തന്നെ നിങ്ങളുടെ യമമാണത്, നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പൊ നാളെ മറ്റൊരു വിഷയവുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.